നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തനിക്ക് കേരളത്തിൽ തന്നെ നിന്ന് പ്രവർത്തിക്കണമെന്ന അബിൻ വർക്കിയുടെ ആഗ്രഹത്തെ KPCC മുളയിലേ നുള്ളി. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ലെന്നും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിർദ്ദേശിച്ച പോലെ ദേശീയ തലത്തിൽ ചെന്ന് സെക്രട്ടറിയായി പ്രവർത്തിക്കണം എന്നുമാണ് KPCC നേതൃത്വം അബിൻ വർക്കിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാക്കി നിർദ്ദേശിച്ചപ്പോൾ തന്നെ തനിക്ക് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്നും കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും അതിന് പറ്റിയൊരു പദവി തനിക്ക് കേരളത്തിൽ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യം നിഷ്കരണം KPCC തള്ളിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിച്ചുറപ്പിച്ച പോലെ അബിൻ വർക്കി ഇനി ദേശീയ തലത്തിൽ പ്രവർത്തിക്കേണ്ടി വരും. ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നും കേരളത്തിൽ നിന്ന് തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുമാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത്. സണ്ണി ജോസഫ് പറയുന്നത് ഏതായാലും KC വേണുഗോപാലിന്റെ മനസ്സിലിരിപ്പായിരിക്കുമല്ലോ. ദേശീയ തലത്തിൽ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അബിൻ വർക്കി. NSUവിന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നു, NSUവിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു. അതുകൊണ്ട് ദേശീയ തലത്തിൽ അദ്ദേഹം കുറെ നാൾ പ്രവർത്തിച്ചാണ്. പഞ്ചാബിന്റെയും മറ്റും ചുമതലയുള്ള NSU ദേശീയ സെക്രട്ടറി ആയിരുന്നു അബിൻ വർക്കി. അതുകൊണ്ട് താൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി അങ്ങനെ പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് കേരളത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും അബിൻ വർക്കി അറിയിച്ചിരുന്നു. എന്നാൽ ആ നിർദ്ദേശം തള്ളിക്കൊണ്ട്, ആ അഭ്യർത്ഥന തള്ളിക്കൊണ്ട് അബിൻ വർക്കി ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കട്ടെ എന്ന് KPCC തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത് പോലും ശരിയായില്ല എന്നുള്ള നിലപാടിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എത്തിച്ചേർന്നത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതോട് തെറ്റില്ലെന്നും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്നൊന്നുമല്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കളഞ്ഞു. അത് KC വേണുഗോപാലിന്റെ ഇടപെടൽ മൂലമാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം, പൊതുജനങ്ങൾക്കും അറിയാം. കാരണം സണ്ണി ജോസഫ് KCയുടെ ഏറ്റവും അടുത്തയാളാണ്, കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ആളാണ്. KC വേണുഗോപാൽ പറയുന്നത് കേൾക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷൻ ആക്കിയത് തന്നെ. മാത്രമല്ല, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നയിക്കാൻ ഒരാൾ നിയോഗിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്നും ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടയാൾ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മറ്റ് ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റപ്പെട്ടയാൾ തനിക്ക് ഇന്നത് സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുക കോൺഗ്രസിൽ പതിവില്ലാത്തതാണ്. കോൺഗ്രസിന്റെ ഈ അഖിലേന്ത്യാ നേതൃത്വം, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും KPCCയും ഒക്കെ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയാണ് വേണ്ടതെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പൊതുവെ അബിൻ വർക്കിയോട് അങ്ങനെ ആർക്കും എതിർപ്പും പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം വളരെ മാന്യനായ നേതാവായതുകൊണ്ട്. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം ആവശ്യപ്പെട്ടാൽ എനിക്കത് കഴിയില്ല, സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നത് അത്ര സുഖകരമായ കാര്യമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന നിഷ്കരണം KPCCയും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വവുമെല്ലാം തള്ളിക്കളഞ്ഞത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ ഉദയഭാനു നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു, അത് അബിൻ വർക്കിയെ അറിയിച്ചു, ഇനി അദ്ദേഹം അത് അനുസരിക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു തരത്തിലുള്ള ഒരു നിലപാടാണ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ കൈക്കൊണ്ടത്. KPCC അധ്യക്ഷനും ഏറെക്കുറെ അത് തന്നെയാണ് കൈക്കൊണ്ടത്. അതുകൊണ്ട് കേരളത്തിൽ തന്നെ തനിക്ക് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെന്ന് അബിൻ വർക്കി പറഞ്ഞെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. അബിൻ വർക്കിയോട് അഖിലേന്ത്യാ തലത്തിൽ പോയി പ്രവർത്തിക്കുക, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്ത് വേണം എന്നുള്ളതാണ്. ആ തലത്തിലുള്ള നിലപാടാണ് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും KPCC നേതൃത്വവും എടുത്തത്. ഏതായാലും തനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന നിരന്തരം ഉള്ള അബിൻ വർക്കിയുടെ അഭ്യർത്ഥനയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെവി അടച്ചു പൊത്തുകയുമാണ് KPCCയും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വവും ചെയ്തത്. അദ്ദേഹത്തിന് ഇനി ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.